ഇന്ത്യ-പാക് പ്രശ്നം പരിഹരിക്കാൻ ചൈന മധ്യസ്ഥം വഹിക്കുമെന്ന് പാക് അവകാശവാദം ചൈനീസ് വിദേശകാര്യ വകുപ്പ് തള്ളി. പ്രശ്നം പരിഹരിക്കാൻ ഇരുവർക്കും ആകുമെന്ന് ചൈന പറഞ്ഞു. പുൽവാമ സ്ഫോടനത്തെ തുടർന്ന് രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ടു പോയത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചു. രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ടു പോയ പാകിസ്ഥാൻ പ്രശ്നപരിഹാരത്തിനായി മധ്യസ്ഥ ചർച്ചകൾക്കായി വിവിധ ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുന്നു. പുൽവാമ സ്ഫോടനത്തെ തുടർന്നുണ്ടായ സംഘർഷം പരിഹരിക്കാൻ ചൈന മധ്യസ്ഥം വഹിക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി അവകാശപ്പെട്ടിരുന്നു. ഇതിനായി പ്രത്യേക ദൂതനെ അയക്കുമെന്നും ഖുറേഷി പറഞ്ഞു. എന്നാൽ ഇത് ചൈന തള്ളിക്കളഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇരുവർക്കുമാകുമെന്ന് ചൈനീസ് വിദേശകാര്യ വകുപ്പ് പ്രതികരിച്ചു. മേഖലയിലെ സ്ഥിരതയും സമാധാനവും ഉറപ്പാക്കാൻ ചൈന പരിശ്രമിക്കുമെന്നും ചൈനീസ് വക്താവ് ലൂ കാം വ്യക്തമാക്കി. കാശ്മീർ വിഷയത്തിൽ മറ്റു രാജ്യത്തിന്റെ ഇടപെടൽ ആവശ്യമില്ലെന്നാണ് കാലങ്ങളായുള്ള ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീർ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് ചർച്ചയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് സാമൂഹ്യ പ്രവർത്തക ഷബ്നം ഹാഷ്മി അഭിപ്രായപ്പെട്ടു. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഉടലെടുത്ത യുദ്ധസമാന സാഹചര്യം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും അവർ പറഞ്ഞു. സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ എന്ന പേരിൽ രാജ്യ തലസ്ഥാനത്ത് സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ സംസാരിക്കുകയായിരുന്നു ഷബ്നം ഹാഷ്മി. ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ യുദ്ധമല്ല വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ എന്ന മനുഷ്യക്കൂട്ടായ്മ. കാശ്മീർ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലിയിലെ ജന്തർ മന്ദറിൽ സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ മനുഷ്യച്ചങ്ങല തീർത്തു. സാമൂഹ്യ പ്രവർത്തക ഷബ്ന ഹാഷ്മി, ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ വിജയ് സിംഗ്, വിവിധ സർവകലാശാല അധ്യാപകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. People came out, artists, intellectuals, students, activists, saying that there is a need for de-escalation. We do not want war. We do not want war. We want peace. We want things to be solved through negotiations, because war gives only destruction. War does not give anything else. And that is why we are here today. And we hope that our voices will be heard. Election is coming. It is round the corner. And I am sure the people of this country will give a befitting reply to those who are creating an atmosphere of hate and warmongering. പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം രാജ്യത്ത് കശ്മീരി വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും എതിരായുണ്ടായ ആക്രമണങ്ങളിൽ ഒരു വാക്കുപോലും പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ലെന്ന് മനുഷ്യച്ചങ്ങലിൽ പങ്കെടുത്തവർ പ്രതികരിച്ചു. ബലാക്കോട്ട് വ്യോമാക്രമണവും ശേഷമുണ്ടായ സംഭവ വികാസങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൃഷ്ടിച്ചത് യുദ്ധസമാനമായ സാഹചര്യമാണ്. രാജ്യത്ത് യുദ്ധമുണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ കൂടി എല്ലാവരും ആലോചിക്കേണ്ടതുണ്ടെന്നും പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വ്യോമ അതിർത്തി ലംഘിച്ച് വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച പാക് ഡ്രോൺ ഇന്ത്യ വെടിവെച്ചിട്ടു. രാവിലെ 11:30 സംഭവമുണ്ടായത്. ഡ്രോൺ വിമാന അവശിഷ്ടങ്ങൾ പാകിസ്ഥാൻ ഭാഗത്ത് വീണു. സ്പൈഡർ മിസൈലുമായാണ് പാക് ഡ്രോൺ എത്തിയതെന്ന് സംശയം. അതേസമയം ബലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് 300ഓളം മൊബൈലുകൾ സജീവമായി പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തി. 27-ാം തീയതിയിലെ വ്യോമാക്രമണത്തിന് ശേഷം വീണ്ടും ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാനാണ് പാക് ശ്രമം നടന്നിരിക്കുന്നത്. ഇത്തവണ കാശ്മീർ അതിർത്തിയിൽ നിന്ന് മാറി രാജസ്ഥാനിലെ കച്ച് മേഖലയ്ക്ക് മുകളിലെ വ്യോമാതിർത്തിയിൽ ആളില്ലാ വിമാനം ഇന്ത്യൻ ഭാഗത്തേക്ക് പാകിസ്ഥാൻ കടത്തിവിടാൻ ശ്രമിച്ചു. സ്പൈഡർ മിസൈലും വഹിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ആളില്ലാ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ റഡാറുകൾ കണ്ടെത്തി. തുടർന്ന് സുഖോയ് വിമാനങ്ങൾ ഉപയോഗിച്ച് ബിഖനിനാൽ സെക്ടറിന് മുകളിൽ വെച്ച് ഡ്രോൺ അതിർത്തി കടക്കും മുമ്പ് തകർത്തിട്ടു. ആകാശത്തു നിന്ന് തൊടുക്കാവുന്ന മിസൈലുകളാണ് ഉപയോഗിച്ചതെന്ന് വ്യോമസേനാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. രാവിലെ 11:30 അതിർത്തി കടക്കാൻ ശ്രമമുണ്ടായത്. എന്നാൽ ഡ്രോണുകൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. അതേസമയം ഇന്ത്യ നടത്തിയ വ്യോമാക്രമണ സമയത്ത് ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളത്തിൽ 300-ലേറെ മൊബൈൽ ഫോണുകൾ സജീവമായി പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തി. വ്യോമാക്രമണത്തിനു മുമ്പ് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ കർഷകരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. കർഷക ആത്മഹത്യ തടയാനുള്ള നടപടികൾ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. കർഷകരുടെ കടബാധ്യതകളിൽ ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്ന് നേരത്തെ ബാങ്കുകളോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷവും ബാങ്കുകൾ കർഷകർക്ക് ജപ്തി നോട്ടീസ് നൽകിയതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. ഇത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനുള്ള മുൻപുള്ള മന്ത്രിസഭാ യോഗം കൂടിയാകും ഇന്നത്തേത്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള CPIM നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AKG സെന്ററിൽ ചേരും. ലോക്സഭാ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക പരിശോധിക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് സി.പി.ഐ.എം കേന്ദ്ര കമ്മിറ്റി യോഗം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് സി.പി.ഐ.എം കേന്ദ്ര കമ്മിറ്റി യോഗം അന്തിമ രൂപം നൽകും. ബംഗാളിൽ 6 ലോക്സഭാ സീറ്റുകളിൽ സി.പി.ഐ.എം കോൺഗ്രസും പരസ്പരം മത്സരിക്കില്ല. തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നതായി സി.പി.ഐ.എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചു. 2 ദിവസം നീണ്ട സി.പി.ഐ.എം കേന്ദ്ര കമ്മിറ്റി യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്ക് രൂപം നൽകി. ബി.ജെ.പിയെ തോൽപ്പിക്കുകയാണ് പ്രധാന ആവശ്യം. ബി.ജെ.പിയും കോൺഗ്രസും മുഖാമുഖം വരുന്ന സംസ്ഥാനങ്ങളിൽ 1-2 സീറ്റുകളിൽ മാത്രം സി.പി.ഐ.എം മത്സരിച്ച് ബാക്കി സ്ഥലങ്ങളിൽ ബി.ജെ.പിയെ തോൽപ്പിക്കാൻ പ്രചാരണം നടത്തുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. The contest is directly between BJP and the Congress. Wherever the CPIM and the left have its struggle basis, its areas of influence, there in 1 or 2 seats we may fight, but in the rest of the seats, our call is to defeat the BJP. 7 സംസ്ഥാനങ്ങളിൽ സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ DMK-യോടാണ് ചർച്ച. മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 1 ലക്ഷത്തിലേറെ വോട്ട് നേടിയ ലോക്സഭാ മണ്ഡലങ്ങളായ ദിന്തോരിയിലോ പാൽഗാറിലോ മത്സരിക്കാൻ NCP-യുമായി ചർച്ച നടത്തുന്നു. ലാലു പ്രസാദ് യാദവിന്റെ RJD-യുമായി സഖ്യത്തിൽ ബീഹാറിലെ ഉജ്ജർപൂരിൽ മത്സരിക്കും. പശ്ചിമബംഗാളിൽ സി.പി.ഐ.എമ്മിന്റെ 2 സിറ്റിംഗ് സീറ്റിലും കോൺഗ്രസിന്റെ 4 സിറ്റിംഗ് സീറ്റുകളിലും പരസ്പരം മത്സരിക്കില്ല. ബാക്കി സീറ്റുകളിലെ മത്സരത്തെക്കുറിച്ച് ബംഗാളിലെ ലെഫ്റ്റ് ഫ്രണ്ട് ഈ മാസം 8-ന് യോഗം ചേർന്ന് തീരുമാനിക്കും. The Central Committee has decided that there are today 6 sitting seats which are neither BJP nor Trinamool in the Lok Sabha, existing sitting seats, where there are 4 of the Congress and 2 of the CPIM. So we have decided that in these 6 seats there should be no mutual contest. That is the message that we want to give to the people of Bengal, is that we maximize the pooling of anti-BJP, anti-Trinamool Congress votes. പുൽവാമ സ്ഫോടനത്തെ ബി.ജെ.പി രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് സീതാറാം യെച്ചൂരി വിമർശിച്ചു. മോദിയുടെ കാശ്മീർ നയം പരാജയപ്പെട്ടെന്നും കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് പൂർത്തിയായിരിക്കുന്നത്. ബി.ജെ.പിയെ തോൽപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പ്രവർത്തകർക്ക് സി.പി.ഐ.എം കേന്ദ്ര കമ്മിറ്റി യോഗം നിർദ്ദേശം നൽകിയത്. ബംഗാളിൽ പോലും ബി.ജെ.പി ഇതര തൃണമൂൽ ഇതര വോട്ടുകൾ സമാഹരിക്കുകയാണ് സി.പി.ഐ.എമ്മിന്റെ ലക്ഷ്യം. AKG ഭവനിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. കേരള കോൺഗ്രസുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ 3ാം വട്ട ചർച്ച ഇന്ന് ആലുവയിൽ നടക്കും. 2 സീറ്റ് വിട്ടുകിട്ടണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസെങ്കിലും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല. അതിനാൽ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയും വിജയം കണ്ടേക്കില്ല. അതേസമയം 2ാം സീറ്റിനായി പാർട്ടിക്കുള്ളിലും UDF-ലും യുദ്ധം നടത്തുന്ന PJ ജോസഫ് കോൺഗ്രസ് തീരുമാനത്തിന് വഴങ്ങുമോ എന്നത് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നു. അധിക സീറ്റ് നൽകാനാവില്ലെന്ന് കഴിഞ്ഞ 2 തവണ നടന്ന ഉഭയകക്ഷി ചർച്ചയിലും കോൺഗ്രസ് വ്യക്തമാക്കിയെങ്കിലും ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. നിലവിലുള്ള കോട്ടയം സീറ്റിനു പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ സീറ്റ് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പിന് കോൺഗ്രസും തയ്യാറാവില്ല. അതോടെ ഇന്നത്തെ ചർച്ചയും പരാജയപ്പെടുമെന്നും ഉറപ്പായിട്ടുണ്ട്. KM മാണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും PJ ജോസഫ് വഴങ്ങാത്തതാണ് UDF-നും കേരള കോൺഗ്രസിനും തലവേദന സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇന്നത്തേത് അന്തിമ ചർച്ചയാണെന്നും 2 സീറ്റിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ടെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു വ്യക്തമാക്കിയാൽ അത് അംഗീകരിക്കുകയേ പാർട്ടിക്ക് വഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒരു സീറ്റ് തനിക്ക് വേണമെന്നാണ് PJ ജോസഫിന്റെ ആവശ്യം. എന്നാൽ PJ ജോസഫിന്റെ പിടിവാശിക്ക് വഴങ്ങേണ്ടെന്നാണ് മാണി വിഭാഗത്തിന്റെ നിലപാട്. പാർട്ടി പിളർന്നാലും ശരി PJ ജോസഫിന് മുന്നിൽ അടിയറവ് പറയേണ്ടെന്നും മാണി വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ച UDF-നും പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനും ഏറെ നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലത്ത് RSS പ്രവർത്തകർ വീട്ടമ്മയെ ആക്രമിച്ചു. വസ്ത്രം വലിച്ചുകീറി തടയാൻ ശ്രമിച്ച ഭർത്താവിനെയും മക്കളെയും മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു. രാജ്കുമാർ ചേരുന്നു കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, എന്താണ് സംഭവം? ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. മലയൽക്കുളങ്ങരയിലാണ് വിഷയം നടന്നത്. രഞ്ജുവിന്റെ CPM പ്രവർത്തകനായ രഞ്ജുവിന്റെ വീട്ടിലെ വേലി വണ്ടി കൊണ്ടിടിച്ച് RSS പ്രവർത്തകർ പൊളിച്ചതിനെ ചോദ്യം ചെയ്തു. ഇതിനെ തുടർന്ന് മടങ്ങിയെത്തിയ 9 പേർ ഉൾപ്പെട്ട RSS പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചു. തടയാൻ ശ്രമിച്ച, അതായത് ഭർത്താവിനെയും മക്കളെയും ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച ശ്രീദേവിയെ ചവിട്ടി വീഴ്ത്തുകയും മുതുകത്തടിക്കുകയും അടിവയറ്റിൽ ഇടിച്ചു തൊഴിച്ച് കളയുകയും ചെയ്തു. തുടർന്ന് ഇവർ വീണ്ടും എഴുന്നേറ്റ് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഉടുവസ്ത്രം, ഇവരുടെ നൈറ്റി, ഉടുത്തിരുന്ന നൈറ്റി വലിച്ചു കീറിയത്.
അതുപോലെ പട്ടിയിൽ കൊണ്ടുള്ള ആക്രമണത്തിലാണ് CPM പ്രവർത്തകനായ രഞ്ജുവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ RSS പ്രവർത്തകർ മദ്യലഹരിയിലായിരുന്നു എന്ന് രഞ്ജു പറയുന്നുണ്ട്. രക്ഷിതാക്കളെ ആക്രമിക്കാൻ തടയാൻ ശ്രമിച്ച മക്കൾ രഞ്ജിത്ത്, റിജിൻ എന്നിവരെയും സംഘം ആക്രമിച്ചു. ഇവരുടെ ഈ RSSന്റെ പ്രവർത്തകർക്കിടയിൽ അവരുടെ സ്ത്രീകളും ഇവരുടെ ആക്രമണത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. രാജ്കുമാർ, പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പോലീസ് നടപടി എന്തായി? പോലീസ് ഇതുവരെ ഇവിടെ എത്തുകയോ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി പത്രയോ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ രാവിലെ പോലീസ് ഇവരെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക എന്ന് കരുതുന്നു. പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് രഞ്ജു അറിയിച്ചത്. അതിനുവേണ്ടി അവരും കാത്തിരിക്കുകയാണ്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് ഇവരിപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നാളെ പരീക്ഷ എഴുതേണ്ടുന്ന റെജിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കൈക്ക് എല്ലിന് പൊട്ടലുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി പരീക്ഷ എഴുതാൻ സാധ്യമാവുമോ എന്നും അറിയാൻ കഴിയില്ല. എന്തായാലും അവരിപ്പോൾ ആശുപത്രിയിലാണ്. ശരി രാജ്കുമാർ, വ്യക്തമാണ്. മറ്റു വാർത്തകൾ കൂടി. ശിവരാത്രി ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തെത്തിയത് ലക്ഷങ്ങൾ. രാത്രി 12-ന് നടന്ന പിതൃ നമസ്കാരത്തിന് ശേഷമാണ് ഔദ്യോഗികമായി ബലിതർപ്പണം പുഴയോരത്തെ ബലിത്തറകളിൽ ആരംഭിച്ചത്. ഇന്നലെ തുടങ്ങിയ ബലിതർപ്പണം ഇന്ന് മുഴുവനും തുടരും. പ്രളയത്തിന് ശേഷമുള്ള ആദ്യ ശിവരാത്രിക്ക് പതിവ് പോലെ ബലിതർപ്പണത്തിനായി ഇന്നലെ തന്നെ വിശ്വാസികൾ ആലുവ മണപ്പുറത്തെത്തിയിരുന്നു. പിതൃമോക്ഷപ്രാപ്തിക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പെരിയാർ തീരത്ത് ബലിതർപ്പണം നടത്താനെത്തിയത്. ഇന്നലെ രാത്രിയിൽ വ്രതമെടുത്ത് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മണപ്പുറത്ത് ഉറക്കമൊഴിച്ച് കാത്തിരുന്നവർ ഇന്ന് പുലർച്ചെ ബലിതർപ്പണം നടത്തിയ ശേഷമാണ് മടങ്ങുന്നത്. ശിവരാത്രി ദിവസം ബലിയിടാൻ സമയം ബാധകമല്ല എന്ന വിശ്വാസത്തിൽ ഇന്നലെ രാവിലെ മുതൽ ബലിതർപ്പണം തുടങ്ങിയിരുന്നു. എന്നാൽ മണപ്പുറത്ത് ഔദ്യോഗികമായി ബലിതർപ്പണം ആരംഭിച്ചത് രാത്രി 12 മണിക്ക് ശേഷമാണ്. മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും മറുകരയിൽ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുമാണ് ബലിതർപ്പണം നടക്കുന്നത്. പെരിയാറിന്റെ തീരത്ത് 176 ബലിത്തറകൾക്കാണ് ബോർഡ് അനുമതി നൽകിയിരുന്നത്. പ്രളയത്തിൽ മണപ്പുറത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും ലക്ഷങ്ങൾ മുടക്കി ഇവ പഴയപടിയാക്കിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തേതുപോലെ ഹരിത ശിവരാത്രിയാണ് ഇത്തവണയുമെന്നതും പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗം തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചു. രാവിലെ 11 മണിക്ക് കളക്ടറേറ്റിലാണ് യോഗം. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ബന്ധപ്പെട്ടവർ യോഗത്തിൽ പങ്കെടുക്കും. PV കുട്ടൻ ചേരുന്നു വിശദാംശങ്ങളുമായി. കുട്ടൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, ജില്ലയിൽ 2 ദിവസം കൂടി ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നാണ് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ അടിയന്തരമായ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റു വിദഗ്ധരും ഈ യോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 11 മണിയോടുകൂടി കളക്ടറേറ്റിലാണ് യോഗം നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഈ ദിവസങ്ങളിലെ ശരാശരി താപനില 31.1 ഡിഗ്രിയാണ് വേണ്ടത്. ഇത് 37 ഡിഗ്രി വരെ ഉയർന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും ജാഗ്രത പാലിച്ചാൽ മതിയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർക്ക് സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായി ബുദ്ധിമുട്ട് നേരിടുന്നവരെയാണ് താപനിലയിലെ വ്യതിയാനം കൂടുതലായും ബാധിക്കും. അതുകൊണ്ട് അത്തരം ആൾക്കാർ ശ്രദ്ധിക്കണമെന്നും ജോലി സമയം പുനഃക്രമീകരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ഗൗരവമുള്ളൊരു വാർത്തയാണ് കുട്ടൻ നൽകിയത്. മറ്റു വാർത്തകൾ കൂടി. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിമാനത്താവളം വിറ്റ പണം കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് BJP ശ്രമിക്കുന്നതെന്ന് VS പറഞ്ഞു. സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടാണെങ്കിലും വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ M. വിജയകുമാർ അറിയിച്ചു. DYFI സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് തീരെഴുതി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ അനുദിനം പ്രതിഷേധം ശക്തമാകുകയാണ്. LDFന് പിന്നാലെ DYFIയും പ്രതിഷേധവുമായി രംഗത്തെത്തി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ സമരം VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അത്ര എളുപ്പം BJPക്ക് വിമാനത്താവളം വിൽക്കാനാവില്ലെന്ന് VS പറഞ്ഞു. BJPയുടെ ലക്ഷ്യം ഇന്ത്യയെ വിൽക്കുക എന്നതാണ്. വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ്. അഴിമതിയുടെ പടുകുഴിയിലാണ് കേന്ദ്ര സർക്കാർ.
സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടാണെങ്കിലും തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകാൻ അനുവദിക്കില്ലെന്ന് വിമാനത്താവള സ്വകാര്യവൽക്കരണ വിരുദ്ധ ആക്ഷൻ സമിതി ചെയർമാനും CPIM നേതാവുമായ M. വിജയകുമാർ പറഞ്ഞു. വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിന് പിന്നിൽ ശശി തരൂർ ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടുത്തെ പാർലമെന്റ് അംഗം ഡോക്ടർ ശശി തരൂർ, അദ്ദേഹത്തെ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഞാനതിന്റെ ചെയർമാനാണ്, അദ്ദേഹം അതിന്റെ രക്ഷാധികാരിയാണ്. രൂപീകരിച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, എന്റെ അനുവാദമില്ലാതെ എന്നെ രക്ഷാധികാരിയാക്കി എന്ന്. മനസ്സിലായല്ലോ അദ്ദേഹത്തിന്റെ ദരിദ്രം. അടുത്ത ദിവസം വീണ്ടും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, വിൽപ്പനയ്ക്ക് ഞാൻ എതിരല്ല. അതാണ് ഡോക്ടർ ശശി തരൂർ. എതിരല്ല എന്ന് പറഞ്ഞാൽ പോരാ, ഈ വിൽപ്പനയുടെ യഥാർത്ഥത്തിലുള്ള ഇടനിലക്കാരനാണ് നമ്മുടെ MP എന്ന് പറയുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്, അപമാനമാണ് കേരളത്തിന്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് KU ജനീഷ് കുമാർ, DYFI ജില്ലാ ഭാരവാഹികളായ KP പ്രമോഷ്, V. വിനീത്, ഷിജു ഖാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും. രവി പൂജാരി മുഖ്യപ്രതിയായ കേസിൽ ആദ്യഘട്ട കുറ്റപത്രമാണ് എറണാകുളം ACJM കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകുക. ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വെടിവെപ്പെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ബൈക്കിലെത്തി വെടിയുതിർത്ത യുവാക്കളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. നടി ലീന മരിയ പോളിന്റെ കടവന്ത്രയിലെ ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്ത സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുംബൈ അധോലോക നേതാവ് രവി പൂജാരിയാണെന്ന് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു. മുഖംമൂടി ധരിച്ച് ബൈക്കിലെത്തിയ യുവാക്കൾ ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെച്ചത് ലീന മരിയ പോളിനെ ഭീഷണിപ്പെടുത്താനായിരുന്നുവെന്നും കുറ്റപത്രം പറയുന്നു. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു പൂജാരിയുടെ ശ്രമം. കേസിൽ പൂജാരി 3ാം പ്രതിയാണ്. ഇയാൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. വെടിയുതിർത്ത കണ്ടാലറിയാവുന്ന യുവാക്കളാണ് 1ഉം 2ഉം പ്രതികൾ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ചിലരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ ആദ്യഘട്ട കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 15-നാണ് കടവന്ത്രയിലെ ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്ത ശേഷം 2 യുവാക്കൾ കടന്നു കളഞ്ഞത്. ഇവരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. രവി പൂജാരിയുടെ പേരെഴുതിയ കുറിപ്പ് സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. സ്ഥാപനമുടമ ലീന മരിയ പോളിൽ നിന്ന് 2 തവണ പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. 25 കോടി രൂപ ആവശ്യപ്പെട്ട് തനിക്ക് രവി പൂജാരിയിൽ നിന്ന് പലതവണ ഭീഷണി ഫോൺ കോൾ വന്നിരുന്നുവെന്നാണ് ലീന മൊഴി നൽകിയത്. ശബ്ദം പരിശോധിച്ചതിൽ നിന്ന് ലീനയെ വിളിച്ചത് രവി പൂജാരിയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനിടെ പൂജാരി സെനഗലിൽ പിടിയിലായി. എന്നാൽ ഇയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരിടവേള. സാർക്ക് രാജ്യങ്ങളിൽ ദുരന്ത നിവാരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് ലോസ് ഇൻ സാർക്ക് കൺട്രീസ് എന്ന പുസ്തകം മുഖ്യമന്ത്രി ദില്ലിയിൽ പ്രകാശനം ചെയ്തു. S. ശിവകുമാർ, മനോജ് കുമാർ തൈരാനി, ലിസ P. ലൂക്കോസ് എന്നിവർ ചേർന്നാണ് പുസ്തകം എഡിറ്റ് ചെയ്തത്. കേരളത്തിലെ പ്രളയ രക്ഷാപ്രവർത്തനം, പ്രളയാനന്തര പുനർനിർമ്മാണം എന്നിവയെക്കുറിച്ചാണ് പുസ്തകത്തിലെ ഒരു അധ്യായം. കേരളത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനം മറ്റ് രാജ്യങ്ങൾക്ക് അവലംബിക്കാൻ സാധിക്കുന്ന മാതൃകയെന്ന് പ്രകാശനം നിർവഹിച്ച് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. വ്യവസായ മന്ത്രി EP ജയരാജൻ ആശംസാ പ്രസംഗം നടത്തി. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് സ്വാഗതം പറഞ്ഞു. പാലക്കാട് പട്ടാമ്പി ഞാങ്ങാട്ടിരി K. പത്മനാഭൻ മാസ്റ്റർ നിര്യാതനായി. 82 വയസ്സായിരുന്നു. വട്ടൊള്ളി LP സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. സംസ്കാരം രാവിലെ 11-ന് മട്ടായിയിലെ വീട്ടുവളപ്പിൽ നടക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടയർഡ് സ്റ്റെനോഗ്രാഫർ ദേവയാനിയാണ് ഭാര്യ. കൈരളി TV സീനിയർ ന്യൂസ് എഡിറ്റർ K. രാജേന്ദ്രൻ മകനാണ്. ഗീത K. രവീന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റു മക്കൾ. എത്നിക് ഫാഷൻ രംഗത്തെ കൊച്ചിയിലെ പ്രമുഖ വിൽപ്പന കേന്ദ്രമായ ബൈഹാൻഡിന്റെ സേവനം ഇനി ഓൺലൈനിലും ലഭ്യമാകും. ബൈഹാൻഡ് ഷോറൂമുകളിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബൈഹാൻഡിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഉപഭോക്താക്കൾക്ക് വാങ്ങാം. ചലച്ചിത്ര താരം ആശ അരവിന്ദ് വെബ്സൈറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. എത്നിക് വസ്ത്രങ്ങൾ, ഹോം ഡെക്കോർ, കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വേറിട്ട ശേഖരമാണ് ബൈഹാൻഡിൽ ഒരുക്കിയിട്ടുള്ളത്. വെബ്സൈറ്റ് ലോഞ്ചിന്റെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചിരുന്നു.